അബു സൈഫുല്ല ഖാലിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ റസാഉല്ല നിസാമാനി ഖാലിദ് എന്ന് നമുക്ക് എളുപ്പത്തിൽ വിളിക്കാം. ഖാലിദിനെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സിന്ധു പോലീസ് പറയുന്നത് 3 അജ്ഞാതർ ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് കൊലപ്പെടുത്തി രക്ഷപ്പെട്ടെന്നാണ്. ആ അജ്ഞാതരെ കുറിച്ച് ഒരു വിവരവും സിന്ധു പോലീസിനില്ല. 2020 മാത്രം പാകിസ്ഥാനിൽ അജ്ഞാതരാൽ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ ശത്രുക്കളുടെ എണ്ണം 20 പേരാണ്. 2023 16 പേരും 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് 100ഓളം പാക് ഭീകരവാദികളെ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഇന്ത്യ തീർത്തിരിക്കുന്നു എന്നാണ് പാക് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. ഖാലിദിന്റെ കൊലപാതകം ഇന്ത്യക്കാരെ തെല്ലൊന്നുമല്ല ആഹ്ലാദിപ്പിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അബു അനസിന്റെ വലങ്കയും പ്രധാന ശിഷ്യനുമാണ് ഖാലിദ്. ഖാലിബിനെ തൈബ ഏൽപ്പിച്ചിരുന്നത് കശ്മീരിലെ യുവാക്കളെ ലഷ്കറിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി വിനോദ് കുമാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് ഖാലിദ് നേപ്പാൾ കേന്ദ്രീകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ചു. നേപ്പാളിൽ നിന്ന് പലപ്പോഴും ഇന്ത്യ സന്ദർശിച്ചതായും റിപ്പോർട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ഒപ്പുകൂട്ടി. 2005 ബാംഗ്ലൂർ IITയിൽ ലഷ്കർ ഇ തായിബ നടത്തിയ ആക്രമണത്തിൽ ഒരു പ്രൊഫസർ അടക്കം ഉൾപ്പെട്ടവർ കൊല്ലപ്പെട്ട കേസിന്റെ സൂത്രധാരൻ ഖാലിദായിരുന്നു. UP രാംപൂരിലെ CRPF ക്യാമ്പിൽ സ്ഫോടനം നടത്തി 7 CRPF ഉദ്യോഗസ്ഥരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ട കേസ് ആസൂത്രണം ചെയ്തതും അബു സൈഫുല്ല ഖാലിദ് എന്ന ഈ കൊടും ഭീകരനായിരുന്നു. ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഈ വിവരം കൃത്യമായി മനസ്സിലാക്കുകയും ഖാലിദിനെ പൊക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നറിഞ്ഞതോടെ അയാൾ വിദഗ്ധമായി പാകിസ്ഥാനിലേക്ക് മടങ്ങി. സിന്ധു പ്രവിശ്യയിൽ സുരക്ഷിതമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ജീവിച്ചു. RSSന് ഖാലിദ് നോട്ടപ്പുള്ളിയാവുന്നത് 2006 ജൂൺ മാസം 1-ാം തീയതി UPA ഭരണമാണ്. നാഗ്പൂരിലെ RSS ആസ്ഥാനം ആക്രമിച്ച് തകർക്കാൻ ഒരു പദ്ധതി ഒളിച്ചതോടെയാണ്. എന്നാൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. മഹാരാഷ്ട്ര പോലീസ് അന്നത്തെ കമ്മീഷണർ SP യാദവിന്റെ നേതൃത്വത്തിൽ 2 മാസമായി രഹസ്യമായി RSS താവളത്തിന് കാവലൊരുക്കി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി RSS ആസ്ഥാനം സന്ദർശിച്ച് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഭീകരവാദികൾ RSS ആസ്ഥാനം ആക്രമിക്കാനെത്തി. RSS ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു സ്കൂൾ ഗേറ്റ് കടന്ന് പോലീസ് വേഷത്തിൽ ലൈറ്റ് വെച്ച കാറിൽ അവർ ആസ്ഥാന മന്ദിരത്തിന് തൊട്ടടുത്തേക്ക് പാഞ്ഞു. പൊടുന്നനെ വിവരം മനസ്സിലാക്കിയ പോലീസ് തിരിച്ചു വെടിവെക്കുകയായിരുന്നു. 3 ഭീകരരും അപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചു. അവർ അതിനു മുൻപ് പോലീസിന് നേരെയും വെടിവെച്ചു. ഈ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ സംഘത്തിന് 10 ലക്ഷം രൂപ പാരിതോഷികം പോലും പ്രഖ്യാപിച്ചിരുന്നു. RSSനെ ഇല്ലാതാക്കാൻ, സംഘപരിവാറിനെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ നേരത്തെ മുതൽ ആസൂത്രണം നടത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ പാരിതോഷികം. അന്ന് മുതൽ പാകിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോകാൻ ഖാലിദിന് പേടിയായിരുന്നു. ആ ഖാലിദാണ് കഴിഞ്ഞ ദിവസം സിന്ധു പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുന്നത്.